നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ പണിമുടക്ക് പ്രഖ്യാപിച്ചു. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. നാളെ 2026 ജൂൺ മാസം 10-ാം തീയതി ബുധനാഴ്ച ദിവസം, നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത്, തൃശൂരിൽ നാളെ നഴ്സുമാരുടെ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചു. തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ നാളെ നടക്കാനിരുന്ന ചർച്ച മാറ്റിവെച്ച സാഹചര്യത്തിലാണ് പണിമുടക്ക്. ആശുപത്രികളിൽ 1/3 നഴ്സുമാർ ജോലി ചെയ്യും. മറ്റ് ജില്ലകളിൽ നഴ്സുമാർ നാളെ കരിദിനം ആചരിക്കും. ഇന്ന് തൃശൂരിൽ സമരത്തിനിടെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് കരിദിനം ആചരിക്കുന്നത്. തൃശൂരിൽ ജൂബിലി മിഷൻ അമല ആശുപത്രികളിലെ തൊഴിൽ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജില്ലാ ലേബർ ഓഫീസിലേക്ക് UNAയുടെ നേതൃത്വത്തിൽ നഴ്സുമാർ നടത്തിയ സമരത്തിൽ സംഘർഷമുണ്ടാവുകയും കലക്ട്രേറ്റിൽ പ്രവേശിച്ച നഴ്സുമാർക്കെതിരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തിരുന്നു. പിന്നീട് ജില്ലാ ലേബർ ഓഫീസ് നഴ്സുമാർ ഉപരോധിച്ചു. തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിഷയം ചർച്ച ചെയ്യാം എന്ന ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കടലിൽ മത്സ്യബന്ധനത്തിന് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനമുള്ളത്. കടലിന്റെ അടിത്തട്ടിളക്കിയുള്ള ട്രോളർ വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിനാണ് നിരോധനം. ലെയ്ലാൻഡ്, ബീഞ്ച്, ഡിസ്കോ വള്ളങ്ങൾക്ക് ട്രോളിംഗ് ബാധകമല്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷയുള്ളത് ട്രോളിംഗ് സമയങ്ങളിലാണ്. ചാകര തെളിഞ്ഞാൽ വള്ളമിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വള്ളമുടമകൾ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് പ്രതീക്ഷയിൽ പലരും പുതിയ വള്ളങ്ങൾ കടലിൽ ഇറക്കാൻ കാത്തിരിക്കുകയാണ്. ലക്ഷങ്ങൾ കടം വാങ്ങിയാണ് വള്ളവും വലയും തരപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ പഴയ വള്ളങ്ങൾ മാസങ്ങളോളം കരയ്ക്ക് കയറ്റിവെച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയും വലകളിലെ പോരായ്മകൾ നെയ്തെടുത്തും ചാകരയുടെ വരവും കാത്തിരിക്കുകയാണ്. ചൂട, താങ്ങ്, നീട്ട്, എച്ചം, വലയോട്ട, അടിവല തുടങ്ങിയ വലകളാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ തുടക്കത്തോടെ പ്രജനനത്തിനായി പുഴകളിൽ നിന്നും തോടുകളിലേക്കും പാടശേഖരങ്ങളിലേക്കും ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്ന നാടൻ മത്സ്യങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്ന അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ഫിഷറീസ് വകുപ്പ് ശക്തമായ നടപടികൾ ആരംഭിച്ചു. ഊത്തക്കയറ്റം എന്നറിയപ്പെടുന്ന ഈ സമയത്ത് വയർ നിറയെ മുട്ടകളുമായി എത്തുന്ന മത്സ്യങ്ങളെയും ചെറുമത്സ്യങ്ങളെയും പിടിക്കുന്നത് മത്സ്യസമ്പത്തിന്റെ നിലനിൽപ്പിന് കടുത്ത ഭീഷണിയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്വാഭാവിക സഞ്ചാരം തടസ്സപ്പെടുത്തി തൂമ്പിൽ വലകളും കൂടുകളും സ്ഥാപിച്ച് മീൻ പിടിക്കുന്നതും 20 മില്ലിമീറ്ററിൽ താഴെ കണ്ണി വലുപ്പമുള്ള വലകൾ ഉപയോഗിക്കുന്നതും വിഷം, വൈദ്യുതി, സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ്. ഇത്തരം പ്രവൃത്തികൾ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണെന്നും നിയമലംഘകർക്ക് പിഴയും തടവും ലഭിക്കുമെന്നും ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അനധികൃത മത്സ്യബന്ധനം തടയുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ഫിഷറീസ് വകുപ്പിന്റെയും തൃക്കുന്നപ്പുഴ മത്സ്യഭവന്റെയും നേതൃത്വത്തിൽ പള്ളിപ്പാട്, 4 കെട്ടുംചിറ, 28 കടവ്, വിയപുരം, വള്ളക്കാലുകൾ എന്നിവയിൽ പ്രത്യേക ഉൾനാടൻ പെട്രോളിംഗ് നടത്തി. പള്ളിപ്പാട്, 4 കെട്ടുംചിറയിലും 28 കടവിലും നടത്തിയ പരിശോധനയിൽ തൂമ്പിൽ വല സ്ഥാപിച്ച് ചെറുമത്സ്യങ്ങളെയും പ്രജനനക്ഷമതയുള്ള മത്സ്യങ്ങളെയും പിടിച്ച 5 പേർക്ക് നോട്ടീസ് നൽകി. അപ്പോൾ ഇത്തരത്തിൽ ഊത്തപടത്തിന് ഇറങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ പിടികൂടാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ പോലീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ജില്ലയിലെ വില്ലടം, നടത്തറ, പൂച്ചട്ടി തുടങ്ങിയ പ്രദേശങ്ങളിൽ രാവിലെയുണ്ടായ മിന്നൽ ചുഴലിൽ വ്യാപക നാശനഷ്ടം. അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ പാർക്കിങ്ങിൽ തേക്കുമരങ്ങളാണ് കടപുഴകി വീണത്. മരം വീണ് 3 ഓട്ടോറിക്ഷകളും 1 കാറും തകർന്നു. ആർക്കും പരിക്കുകളില്ല. അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വടക്കൻ ജില്ലകളായ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. ഈ ഭാഗങ്ങളിലുള്ള ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള കുടിശ്ശിക അടക്കമുള്ള തുകയുടെ വിതരണം, അതായത് 3000 രൂപയോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. ഈ ഒരു തുകയുടെ വിതരണം 20-ാം തീയതിക്ക് ശേഷം പ്രതീക്ഷിക്കാം. 19-ാം തീയതിയാണ് സംസ്ഥാനത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതിലായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടത്.
പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.